അതിനുശേഷം 6 കീമോ ചെയ്തായിരുന്നു. യൂട്രസിലും ലെൻസിലും ഉണ്ടായിരുന്നു. പിന്നെ തൊണ്ടയിലും വന്നു. ഇപ്പോ കീമോ ചെയ്യാൻ പറഞ്ഞു. കീമോ വേണ്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആയുർവേദത്തിലേക്ക് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസർ സംബന്ധിച്ചുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും പുനർജനിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നും നമുക്ക് പേഷ്യന്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. പേരെന്താണ് മാഡത്തിന്റെ? സബിത. പേഷ്യന്റ് ആരാ? ഞാനാണ്. മാഡം തന്നെയാണ് അല്ലേ? ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? എത്ര വയസ്സുണ്ട് മാഡത്തിന്? 63. 63. എവിടെ നിന്നാ വരുന്നത്? സിക്കന്ദ്രാബാദ്, ചിൽക്കൽഗുഡ. ഓക്കെ. ഇപ്പോ എത്ര നാളായി ഈ ഒരു അസുഖം തുടങ്ങിയിട്ട്? എനിക്ക് വന്നത് ആക്ച്വലി ഗർഭപാത്രത്തിലായിരുന്നു. അതെല്ലാം എടുത്ത് കളഞ്ഞു. ഓ, ഓക്കെ. എല്ലാം എടുത്തായിരുന്നു. 8 വർഷം മുന്നായിരുന്നു. 8 ഇയേഴ്സ് മുമ്പല്ലേ? ഓക്കെ. അപ്പോ ക്യാൻസർ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിയില്ല. നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ബ്ലീഡിംഗ് ആയിരുന്നല്ലേ? ഓക്കെ. ആ. കണ്ടിന്യൂസ് വന്നിരുന്നോ? ഒരു ദിവസം ഓ, നന്നായിട്ട് ഇടയ്ക്കല്ലേ? വന്നായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് 6 കീമോ ചെയ്തത്. ഉം. യൂട്രസിലും ലങ്സിലും ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തൊണ്ടയിലും വന്നു. ക്യാൻസറിൽ റീഓക്കറൻസ് ഉണ്ടാവുന്ന ആരും പറഞ്ഞു തന്നില്ലേ ഇല്ല, സർ? അവരങ്ങനെ ആക്ച്വലി ക്യാൻസർ ആണെന്ന് മാഡത്തിനോട് പറയാതെ തന്നെ ഗർഭപാത്രം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അതെ അതെ. അത് ഓക്കെ. എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 1.5-2 വർഷം കഴിഞ്ഞ് ഈ പ്രോബ്ലം വന്നുകൊണ്ടേയിരുന്നു. പലതരം ആൾക്കാരെയും ഞങ്ങൾ കാണിച്ചു, എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. അവരെ ഇല്ലാന്നാണ് പറഞ്ഞത് ഞങ്ങളോട്. ഉം. പിന്നെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഡി ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അയച്ചത്. ഓക്കെ. ആ ടെസ്റ്റാണ് ആദ്യം ചെയ്തത്. ഓ, ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടമായി. ഓക്കെ. ശരി, എന്നാ നിങ്ങളെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. സർ, മാഡത്തിന്റെ വീട്ടില് ആർക്കെങ്കിലും ജനറ്റിക് ആയിട്ട് ഈ ആർക്കും പ്രോബ്ലം ഒരു ഉണ്ടായിരുന്നോ? പ്രോബ്ലം ഇല്ല. ഇല്ലില്ല. ആർക്കും ഉണ്ടായിരുന്നില്ല ഈ ആർക്കും പ്രോബ്ലം? ഇല്ല. ആർക്കും ഇല്ല. ഇല്ലില്ല, ആർക്കും ഇല്ല. എനിക്കാണ് ആദ്യം ആർക്കും വന്നത്. ഇല്ല. ഇവളുടെ ഗ്രാൻഡ് ഫാദർ തൊട്ട് ഞങ്ങൾ എല്ലാവരോടും ചോദിച്ചായിരുന്നു. ഇത് എങ്ങനെയാണ് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവിടുന്ന് കീമോ അഡ്വൈസ് ചെയ്തായിരുന്നു. ഉം. കീമോ വേണ്ടാന്ന് വെച്ചാണ് ഞങ്ങൾ ആയുർവേദം ഫോളോ ചെയ്തത്. ഓക്കെ. കീമോ ചെയ്തപ്പോ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നോ മാഡത്തിന്? കിടക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ അതെ, പറ്റുന്നില്ല. ഞാൻ ആ അങ്ങനെ സമയത്ത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. ശരീരത്തിൽ സ്ട്രെങ്ത് ഇല്ല, വീട് പണികളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഇവര് ജീവനോടെ ഉണ്ടാവുമെന്ന കാര്യം സംശയമായിരുന്നു. എങ്ങനെ പോയാൽ 3-4 ദിവസം കൊണ്ട് തീരുമാനമാവും. ഓക്കെ സർ, എന്തായാലും പുനർജനിൽ എത്തിയല്ലോ. ഈ മെഡിസിൻ എന്തായാലും ഉപകാരപ്രദമാവട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നല്ല മരുന്ന് ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ സർ, എന്തായാലും മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം സർ. ഓക്കെ, താങ്ക് യു. ആ, താങ്ക് യു. ശരി.